അങ്ങനെ ഫാഷൻ ഫ്രൂട്ട് കഴിക്കലോ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളവും ഞാനും കൂടി ഇല വെട്ടാൻ ഇറങ്ങിയേക്കാണ്ട് എല്ലാവരും കോലയ്ക്കായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അതെന്തിനാണെന്നറിയോ, വല്ല പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ തോണ്ടിക്കളയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും കയ്യിൽ ഓരോ കോലുണ്ട് കേട്ടോ. എല്ലാവരും കൂടുമ്പോണ്ടല്ലോ ഇല വെട്ടുന്നതാണ് നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പാത്രം കഴുകി ഒരു പരുവാകും ഞാൻ. ഇതാവുമ്പോൾ പറമ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇല വെട്ടിയാണ് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇലയിൽ ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കുഞ്ഞാണ്ടവള്, അപ്പോൾ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവക്കടെ പല്ലില്ലാത്ത ചിരി കാണണം. അങ്ങനെ വെറുതെ നിന്നവരൊക്കെ ദേ ഓരോ കത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇല വെട്ടണം കണ്ടപ്പോൾ അവർക്കും ഇല വെട്ടണോ അത്രേ. അങ്ങനെ എല്ലാവരും ഇല വെട്ടാൻ ഇറങ്ങിയേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഇല വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാൻ കേട്ടോ. ജസ്സ എന്തായാലും കോല് കളഞ്ഞിട്ടില്ല കേട്ടോ. അവൾ കോലും കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പോന വഴിക്ക് ഞങ്ങൾക്കൊരു നല്ലൊരു പച്ചപ്പപ്പായ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലതാണല്ലോ. അത് ഞാൻ അങ്ങോട്ട് ഇട്ടെത്തു. ഇല എല്ലാവരും തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളിത് ചോറ് വെളുപ്പാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജസായാണ് ഇല ഇടണത്. അങ്ങനെ ചോറായിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം വിളമ്പി സെറ്റാക്കിയിട്ട് വേണം എല്ലാവരും വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു കൂട്ടത്തല്ല തന്നെ നടക്കൂട്ടോ. അതുകൊണ്ട് ആരെയും വിളിച്ചിട്ടില്ല. ഇതൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാത്തിനെയും ഇങ്ങോട്ടേക്ക് വിളിക്കുള്ളൂ.